നമസ്കാരം. എല്ലാവർക്കും ഡിസംബർ ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പരിചയമുണ്ടോന്ന് അറിയില്ല, ചേര് എന്നൊരു മരത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിഷവൃക്ഷങ്ങളിൽ ഒന്നാണ് ഈ ചേര്, അലക്ക് ചേര്, തെങ്കൊട്ട, അങ്ങനെ ഒരുപാട് ലോക്കൽ നെയിംസിൽ അറിയപ്പെടുന്ന ഒരു മരമാണിത്. സെമികാർപ്പസ് അനാക്കാഡിയം എന്നാണ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം. സംസ്കൃതത്തിൽ ഇതിന് ഭല്ലാതകം എന്ന് പറയുന്നു. ഈ ഒരു മരത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു മരത്തിനെ എല്ലാവരും ഭയങ്കര പേടിയോടെ കാണുന്ന ഒരു മരമാണ്. കാരണം ചിലർ ഇതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളോ അല്ലെങ്കിൽ അതിൻ്റെ മരത്തൊലിയോ എന്തെങ്കിലും നമ്മുടെ സ്കിന്നുമായി കോണ്ടാക്ട് വരുമ്പോൾ ആ ഭാഗം ചൊറിഞ്ഞ് തടിച്ച് ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഭയങ്കര കൂടുതലായിട്ട് അലർജിക് പ്രോബ്ലം ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന രീതിയിൽ അത്രയും ഭയങ്കരമായിട്ടുള്ള വിഷബാധ ഏൽക്കുന്ന ഒരു മരമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഒരു കാട്ടിലൊക്കെ ഒരു മരം വെട്ടാൻ പോകുമ്പോൾ എല്ലാവരും ഈ ചേരുമരത്തിനെ ഭയങ്കര ശ്രദ്ധയോടെയും പേടിയോടെയും കൂടിയാണ് കട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഒഴിവാക്കി വിടുന്നതും. അത്രയും പേടിപ്പെടുത്തുന്ന, അത്രയും ഒരു ആൾക്കാരുടെ മനസ്സിൽ ഇത്രയും ഭീതിയായിട്ടുള്ളൊരു മരമാണ് ഈ അലക്ക് ചേര് എന്ന് പറയുന്ന ഒരു മരം. അപ്പോൾ അതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഒരു വിഷവൃക്ഷമാണെങ്കിൽ പോലും ഇതിന്ന് ഒരുപാട് ആയുർവേദ മരുന്നുകളും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട്. അത് വെച്ച് ആയുർവേദത്തിൽ പല പല മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും ഇതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും ഇതിൻ്റെ ചേരി വിഷബാധ ഏറ്റാൽ എങ്ങനെയൊക്കെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ചേരി മരത്തിന് എന്തുകൊണ്ടാണ് അലക്ക് ചേരി എന്നൊരു പേര് വന്നതെന്നാണ്. പണ്ട് കാലത്ത് ഈ വലിയ വലിയ പണ്ടത്തെ ഈ ജന്മിത്തൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ആൾക്കാർ ഒരുപാട് വീടുകളിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങൾ ഒരുമിച്ചാണ് പുഴയിലോ ആറ്റിലോ കൊണ്ടുപോയി അലക്കുന്നത്. അപ്പോൾ പരസ്പരം വസ്ത്രം മാറിപ്പോവാതിരിക്കുക അതിന് മാർക്ക് ചെയ്ത് വെക്കും. അതിന് ഈ ചേര് മരത്തിൻ്റെ കായാണ് ഉപയോഗിക്കുന്നത്. ആ കായിൽ നിന്ന് വരുന്ന ഒരു കറയാണ് ഡ്രസ്സിൽ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇംഗ്ലീഷിൽ മാർക്കിംഗ് നട്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അലക്ക് ചേരി എന്ന് വിളിക്കുന്നത്. ഇനി ചേരുമരത്തിൻ്റെ അടുത്ത് പോയ എല്ലാവർക്കും ഈ പ്രശ്നമില്ല. ചില ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് പിത്തദോഷം കൂടുതലുള്ള ആൾക്കാർക്ക്, ബോഡി ഹീറ്റ് കൂടുതലുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ചെറിയ അതിൻ്റെ ഒരു കാറ്റേറ്റാൽ പോലും, അതിൻ്റെ അടുത്തെത്തിയാൽ പോലും നന്നായി ശരീരം ചൊറിഞ്ഞ് തടിക്കും, ബ്ലിസ്റ്റേഴ്സ് വരുന്നൊരവസ്ഥ ഇത്തരം ആൾക്കാരിലാണ് ഉണ്ടാകുന്നത്. കാരണം ഇത് വളരെ തീക്ഷ്ണമായൊരു മരമാണ്. ഇതിൻ്റെ വേര് മുതൽ ഇല വരെയുള്ള എല്ലാ ഭാഗവും വളരെ തീക്ഷ്ണമായൊരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പിത്ത പ്രകൃതിയുള്ള ആൾക്കാർ, ആ ബോഡി ഹീറ്റ് കൂടുതലുള്ളവർ ഇതിൻ്റെ അടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഇനി അഥവാ ഈ ചേരുമരത്തിന് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി നോക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് പ്രതിവിധികൾ നോക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പണ്ടോട്ടേ പറയുന്നതാ, ഒരു ചേരുമരത്തിന് എന്തെങ്കിലും പറ്റിയാൽ അതിനുള്ള പ്രതിവിധിയാണ് താന്നിമരം എന്നുള്ളത്. താന്നിക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. താന്നിമരം എന്ന് പറയുന്നത് ടെർമിനാലിയ വെള്ളരിക്ക എന്നറിയപ്പെടുന്നതാണ്. അതാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. വിഭീതകി എന്ന് സംസ്കൃതത്തിൽ പറയും. ഈ മരം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു മരമാണ്. ത്രിബല എന്ന് പറയുന്നതിലെ ഒരു ബലം ആണ് ഈ വിഭീതകി. അപ്പോൾ ഈ താന്നിമരം ഈ ചേരുമരത്തിൻ്റെ ഈ അലർജീനെ വളരെ നന്നായി പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചേരിൻ്റെ അലർജി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ താന്നിമരത്തിൻ്റെ തൊലി അത് ഒന്നുകിൽ അത് അരച്ച് ആ ഭാഗത്ത് പൂശാം, അല്ലെങ്കിൽ ഈ മരത്തൊലി ചുട്ട് കരിച്ച് അതിൻ്റെ ആ ചാരം എടുത്തും ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ താന്നിപ്പട്ട വെച്ച് കഷായം ഉണ്ടാക്കി ആ കഷായം കൊണ്ട് ധാര കോരുന്നതും വളരെ നല്ലതാണ്. പിന്നൊന്നാണ് ശുദ്ധമായ പശുവിൻ വെണ്ണ. അത് നല്ല തണുപ്പുള്ളതാണല്ലോ. ഈ പശുവിൻ വെണ്ണ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം, അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. വേറൊന്നാണ് പാച്ചോറ്റി തൊലി കഷായം വെച്ച് ആ ഭാഗത്ത് നന്നായി ധാര കൊള്ളുന്നത്. മറ്റൊന്നാണ് മോരിൽ തേൻ കൂടി ചേർത്തിട്ട് ആ ഭാഗത്ത് ഒരു ലേപനം പോലെ അപ്ലൈ ചെയ്യുന്ന ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തൈരും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. വേറൊന്നാണ് എള്ള് അരച്ച് പുരട്ടുന്നത്. എള്ള് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈയിലൂടെ നമുക്ക് ആ ഒരു ചേരുമരത്തിൻ്റെ അലർജിയിൽ നിന്ന് ഒരുപാട് ശമനം ഉണ്ടാക്കാൻ പറ്റും. വേറൊരു വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ ഇത്രയും അലർജി ഉണ്ടാക്കുന്ന, സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇതേ ചേര് തന്നെയാണ് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ സ്കിൻ ഡിസീസിന്, ഒരുപാട് ചർമ്മരോഗങ്ങൾക്കുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഭല്ലാതക രസായനം എന്നൊക്കെ പറയുന്ന ആയുർവേദത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു മരുന്നാണ്. ഇത് അസൈറ്റിസിനും ഒരുപാട് ചർമ്മരോഗങ്ങൾക്കും കുഷ്ഠം പോലുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളൊരു മരുന്നാണ് ഭല്ലാതക രസായനം. കൂടാതെ ഇതിൻ്റെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി, പൊതുവെ രസായനമൊക്കെ കഴിക്കുന്നത് തന്നെ നമ്മുടെ ബോഡി ഒരു ആൻറ്റി ഏജിങ്, നമ്മുടെ ഒരു യുവത്വം നിലനിർത്താനും നമ്മുടെ ബോഡി ഫങ്ഷൻസ് മെറ്റബോളിസം ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുമാണ്. ഭല്ലാതക രസായനം ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഒരു നവയൗവനം എന്നും നിലനിർത്താൻ ഈ ഭല്ലാതക രസായനം സഹായിക്കുന്നുണ്ടെന്ന്. എന്താ അല്ലേ?
ഈ ചേർക്കുരു ശുദ്ധീകരിച്ച ശേഷം പാലിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് അർഷസ്, അതായത് പൈൽസ് പോലുള്ള അസുഖത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ സ്കിൻ ഡിസീസിന് വളരെ നല്ലതാണ്. വാതരക്തം പോലുള്ള കണ്ടീഷൻസ്, ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിന് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ് ഈ ചേർക്കുരു പാലിൽ വേവിച്ചത്. അതുപോലെ തന്നെയാണ് ശരീരപുഷ്ടിക്കും ശരീരകാന്തിക്കും ഈ ഒരു മരുന്ന് ഫലപ്രദമാണ്. ഇതിനു പുറമെ സ്പ്ലീനോമെഗാലി, ഈ ഒരു അസുഖത്തിനും ചേർക്കുരു ചേർത്തുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചേർമരത്തിനുള്ളത്. അപ്പോൾ വളരെ പേടിയോടെ നോക്കിക്കൊണ്ടിരുന്ന ആ ചേരുമരത്തിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഡിസംബർ ഡയറീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്